ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് സെൻറ്റൻസുകളാണ് നോക്കാൻ പോകുന്നത്. എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ പറഞ്ഞു തന്നെ പരിശീലിക്കുമല്ലോ. ഇതുപോലെ പറഞ്ഞു പരിശീലിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാം ആ ഒരു സ്പീക്കിംഗ് ഫ്ലുവൻസിയിലേക്ക് വന്നു ചേരും. അത് വേണ്ട സമയത്ത് സെൻറ്റൻസുകളും വാക്കുകളും നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സെൻറ്റൻസിലേക്ക് പോകാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാം. ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാം. ഐ വിൽ ടേക്ക് യു ദർ. ഐ വിൽ ടേക്ക് യു ദർ. കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അല്ലേ, ഇനി കൊണ്ടുപോകാം. അപ്പോൾ വില്ല് എന്ന ഫ്യൂച്ചർ ചേർത്താണ് പറയുന്നത്. ഐ വിൽ ടേക്ക് യു ദർ. ദർ എന്ന് പറഞ്ഞാൽ അവിടെ. ടേക്ക് യു ദർ, അവിടേക്ക് കൊണ്ടുപോകാം. സെക്കൻഡ്, ഇത് ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നു. ഇത് ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നു. ഇറ്റ് സീംസ് ഡിഫിക്കൽട്ട്. ഇറ്റ് സീംസ് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. എനിക്കങ്ങനെ തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഐ ഫീൽ സോ. ഐ ഫീൽ സോ. ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുക. സോ അങ്ങനെ. ഐ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ. ഐ ഫീൽ സോ, എനിക്കങ്ങനെ തോന്നുന്നു. ഇവിടെ സീംസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന തോന്നലും ഫീൽ എന്ന് പറയുന്ന തോന്നലും രണ്ടിനും വ്യത്യസ്തമുണ്ട്. അതായത് സീംസ് എന്ന് പറയുന്നത് നമ്മളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലോ ഏതെങ്കിലും ഒരു വസ്തു കാണുമ്പോഴോ ഒക്കെ നമുക്കത് ഒരു തോന്നൽ ഉണ്ടാകും. ആ ഒരു തോന്നലാണ് സീംസ് എന്ന് പറയുന്നത്. ഫീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു തോന്നൽ. അപ്പോൾ രണ്ടിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ നിന്നെ അനുസരിക്കാറുണ്ട്. ഞാൻ നിന്നെ അനുസരിക്കാറുണ്ട്. ഐ ഒബേ യു. ഐ ഒബേ യു. ഞാൻ നിന്നെ അനുസരിച്ചിട്ടുണ്ട്. മുമ്പ് എപ്പോഴും ഞാൻ നിന്നെ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഒബൈഡ് യു. ഐ ഒബൈഡ് യു. എന്നാൽ ഇത്രയും കാലം നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുകയായിരുന്നു, എപ്പോഴും അത് അനുസരിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിൽ പറയാൻ എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ഒബൈയിങ് യു ഫോർ എ ലോങ് ടൈം. ഐ ഹാവ് ബീൻ ഒബൈയിങ് യു ഫോർ എ ലോങ് ടൈം. കുറെ കാലമായി ഒരു പ്രവൃത്തി, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന സ്ട്രക്ചറാണ് ഹാവ് ബീൻ പ്ലസ് ING ഫോം. ഇനി ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുക. ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുക. ആക്ട് ഒബൈയിങ് ഓർഡേഴ്സ്. ആക്ട് ഒബൈയിങ് ഓർഡേഴ്സ്. നിയമങ്ങൾ അനുസരിക്കുക. നിയമങ്ങൾ അനുസരിക്കുക. ഒബൈ ദ റൂൾസ്. ഒബൈ ദ റൂൾസ്. നീ എന്നെ അനുസരിക്കണം എന്ന് പറയാനോ, നീ എന്നെ അനുസരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഒരു കടമ പോലെ, ഒരു ഉത്തരവാദിത്വം പോലെ. നീ അതിനെ അനുസരിക്കണം, അത് നിൻ്റെ കടമയാണ് എന്ന് പറയാൻ ഷുഡ് ചേർത്ത് വേണം പറയാൻ. യു ഷുഡ് ഒബൈ മീ. യു ഷുഡ് ഒബൈ മീ. എന്നാൽ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിഷ്കർഷിച്ചിട്ട് ഒരാൾ പറയാണ്, നീ എന്നെ അനുസരിക്കണം, നീ എന്നെ അനുസരിച്ചേ പറ്റുള്ളൂ. അവരനുസരിക്കാനുള്ള ഒരു ബാധ്യതയൊന്നും നമുക്കില്ലെങ്കിൽ പോലും അങ്ങനെ പറയുമ്പോൾ എങ്ങനെ പറയണം? മസ്റ്റ് ചേർത്ത് വേണം പറയാൻ. യു മസ്റ്റ് ഒബൈ മീ. യു മസ്റ്റ് ഒബൈ മീ. എനിക്ക് നീ പറയുന്നത് അനുസരിക്കാൻ കഴിയില്ല. എനിക്ക് നീ പറയുന്നത് അനുസരിക്കാൻ കഴിയില്ല. കഴിയും എന്ന് പറയാൻ എങ്ങനെയാണ് പറയുക? ഐ ക്യാൻ അല്ലേ? ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും. എനിക്ക് കഴിയില്ല എന്ന് പറയാൻ ഐ കാൺഡ് അല്ലെങ്കിൽ ഐ കനോട്ട്. ഇതിൻ്റെ കോൺട്രാക്ഷൻ ഫോമാണ് കാൺഡ് എന്നുള്ളത്. ഐ കാൺഡ്, എനിക്ക് കഴിയില്ല. എനിക്ക് നിന്നെ അനുസരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഐ കാൺ ഒബേ യു. ഐ കാൺ ഒബേ യു. ഓക്കെ, അടുത്തത് എനിക്കിത് ശീലമില്ല. എനിക്കിത് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് നമ്മുടെ പഴയ ഒരു ശീലത്തെ പറയാനാണ്. ശീലങ്ങൾ. ഐ എം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. എനിക്കിത് ശീലമാണ് എന്ന് പറയാൻ ഐ എം യൂസ്ഡ് ടു ഇറ്റ്. എനിക്കിത് ശീലമാണ്, എനിക്കിത് പഴക്കമാണ്. ഐ എം യൂസ്ഡ് ടു ഇറ്റ്. എന്നാൽ പോകെ പോകെ നിനക്കിത് ശീലമായിക്കൊള്ളും എന്ന് പറയാനോ, നിനക്കിത് ഇപ്പോൾ ശീലമില്ലെങ്കിലും പോകെ പോകെ നിനക്ക് ശീലമായിക്കൊള്ളും. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ് എന്ന് പറയുമ്പോൾ പഴക്കമായിക്കൊള്ളും, പതിയെ ശീലമായിക്കൊള്ളും എന്ന അർത്ഥത്തിലാണ്. ശീലമാകും. വിൽ ഗെറ്റ് ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഇത് ശീലമായിക്കൊള്ളും. അവന് പകരം നീ പോകൂ എന്ന് പറയാൻ അവന് പകരം നീ പോകൂ. യു ഗോ ഇൻസ്റ്റെഡ് ഓഫ് ഹിം. യു ഗോ ഇൻസ്റ്റെഡ് ഓഫ് ഹിം. ഗോ പോവുക. യു ഗോ, നീ പോകൂ. ഇൻസ്റ്റെഡ് പകരം.
ഇൻസ്റ്റെഡ് പകരം. യു ഗോ ഇൻസ്റ്റെഡ് ഓഫ് ഹിം. നെക്സ്റ്റ് സെൻറ്റൻസ്, അത് ഇത്രയും മോശമാണോ? ഇത്രയും മോശമാണോ? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ബാഡ്? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ബാഡ്? വേറെ രീതിയിലും ചോദിക്കാം. ഈസ് ഇറ്റ് ടു ബാഡ് എന്ന് ചോദിക്കാം. ഈസ് ഇറ്റ് ടു ബാഡ്? ഈസ് ഇറ്റ് ടു ബാഡ്? അതെ, ഇത് വളരെ മോശമാണ്. ഇറ്റ് ഇസ് ടു ബാഡ്. ഇറ്റ് ഈസ് ടു ബാഡ്. ഇതൊരുപാടാണ് അല്ലെങ്കിൽ ഇത് വളരെയധികമാണ് എന്ന് പറയാനോ? ഇത് ഒരുപാടാണ് അല്ലെങ്കിൽ ഇതത്ര അധികമായി പോയി എന്നർത്ഥത്തിൽ പറയാൻ ദിസ് ഈസ് ടു മച്ച്. ദിസ് ഈസ് ടു മച്ച്. ദിസ് ഈസ് ടു മച്ച്. അത് കഴിഞ്ഞു. ദാറ്റ്സ് ഓവർ. അത് കഴിഞ്ഞു. ദാറ്റ്സ് ഓവർ അല്ലെങ്കിൽ അത് തീർന്നു. ദെൻ വേറെന്താണ് പറയുക? വാട്ട് എൽസ് ടു സേ? വേറെന്താണ് പറയുക? വാട്ട് എൽസ് ടു സേ? വേറെന്താണ് ചെയ്യുക? വാട്ട് എൽസ് ടു ഡു? ഡു ചെയ്യുക. വാട്ട് എൽസ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താണ് ചെയ്യുക അല്ലെങ്കിൽ വേറെന്ത് ചെയ്യാൻ. വേറെന്ത് ചെയ്യാൻ. നീ ഇപ്പോൾ ഫ്രീ ആണോ? നീ ഇപ്പോൾ ഫ്രീ ആണോ? ആർ യു ഫ്രീ നൗ? ആർ യു ഫ്രീ നൗ? നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ആർ യു ഫ്രീ? നീ ഫ്രീ ആണോ? ആർ യു ഫ്രീ നൗ? നീ ഇപ്പോൾ ഫ്രീ ആണോ? ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഇത് ചെയ്യൂ. ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഇത് ചെയ്യൂ. പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ. പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ. ഡു ഇറ്റ് ഇത് ചെയ്യൂ. ഫോർ മീ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി. പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി ഇത് ചെയ്യൂ. കുറഞ്ഞ പക്ഷം അതെങ്കിലും ചെയ്യൂ. കുറഞ്ഞ പക്ഷം അതെങ്കിലും ചെയ്യൂ. ഡു ദാറ്റ് അറ്റ് ലീസ്റ്റ്. ഡു ദാറ്റ് അറ്റ് ലീസ്റ്റ്. അറ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം. ഡു ചെയ്യുക. ദാറ്റ് അത്. ഡു ദാറ്റ് അറ്റ് ലീസ്റ്റ്. കുറഞ്ഞ പക്ഷം ഇതെങ്കിലും ചെയ്യൂ എന്ന് പറയാൻ ദാറ്റിന് പകരം ഇറ്റ് യൂസ് ചെയ്ത് ഡു ഇറ്റ് അറ്റ് ലീസ്റ്റ് എന്ന് പറയാം. ഡു ഇറ്റ് അറ്റ് ലീസ്റ്റ്. അവിടെ ഇനി ഒന്നും ബാക്കിയില്ല. അവിടെ ഇനി ഒന്നും ബാക്കിയില്ല. ഒന്നും ശേഷിക്കുന്നില്ല. അവിടെ എന്ന് പറയാൻ ദർ ഈസ് നത്തിങ് ലെഫ്റ്റ്. ദർ ഈസ് നത്തിങ് ലെഫ്റ്റ്. നത്തിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഇല്ല. നത്തിങ് ലെഫ്റ്റ്. അവിടെ ഇനിയൊന്നും ബാക്കിയില്ല. ദെൻ എത്ര നേരമായാലും സാരമില്ല. നോ മാറ്റർ ഹൗ ലോങ്. നോ മാറ്റർ ഹൗ ലോങ്. ഇപ്പം എത്ര നേരമായാലും സാരമില്ല, എനിക്ക് കുഴപ്പമില്ല എന്നർത്ഥത്തിൽ ഞാനത് സാരമാക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഇറ്റ്. നീ വരേണ്ടതില്ല. നീ വരേണ്ടതില്ല. വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ നീഡ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം. യു നീഡ് നോട്ട് കം. യു നീഡ് നോട്ട് കം. നീ വരേണ്ട ആവശ്യമില്ല അവിടെ. ഇതിന് എത്ര നേരം എടുക്കും? ഇതിന് എത്ര നേരം എടുക്കും? എത്ര നേരം എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഇനി ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് അല്ലേ? ചെയ്യേണ്ടുന്നൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര നേരം എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഫ്യൂച്ചറിൽ വേണം ചോദിക്കാൻ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? വിൽ ഇറ്റ് ടേക്ക്. ഇതിന് എത്ര നേരം എടുത്തു എന്ന് ചോദിക്കാനോ? എത്ര നേരം എടുത്തു? അപ്പോൾ എന്തോ ഒരു കാര്യം അവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാര്യം അതിന് എത്ര സമയം എടുത്തു എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? ഡിഡ് വെച്ച് പാസ്റ്റിലാണ് ചോദിക്കുക. അപ്പോൾ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? എന്നാൽ സാധാരണ ഇത് ചെയ്യാൻ എത്ര നേരം എടുക്കാറുണ്ട്? എത്ര സമയം ഇതിന് എടുക്കാറുണ്ട് സാധാരണ ചെയ്യാൻ? ആ ഒരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കേണ്ടതെങ്കിൽ എങ്ങനെ ചോദിക്കണം? ഹൗ ലോങ് ഡു ഇറ്റ് ടേക്ക് എന്ന് വേണം ചോദിക്കാൻ. ഹൗ ലോങ് ഡു ഇറ്റ് ടേക്ക്? സാധാരണ എത്ര നേരം എടുക്കാറുണ്ട്? ഹൗ ലോങ് ഡു ഇറ്റ് ടേക്ക്? ഞാൻ നിന്നെ എവിടെയോ കണ്ടു. ഞാൻ നിന്നെ എവിടെയോ കണ്ടു. ഐ സോ യു സംവെയർ. ഐ സോ യു സംവെയർ. ഐ സോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. ഐ സോ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കണ്ടു. ഐ സോ യു സംവെയർ എവിടെയോ. ഞാൻ നിന്നെ എവിടെയോ കണ്ടു. പക്ഷെ ഞാനതത്ര ഓർക്കുന്നില്ല. ഐ ഡിഡിൻ റിമെമ്പർ ഇറ്റ്. ഐ ഡിഡിൻ റിമെമ്പർ ഇറ്റ്. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക. അപ്പം ഞാൻ പറയുകയാണ് എന്നെ കാണാൻ വഴിയില്ല. എന്നെ കാണാൻ വഴിയില്ല. എന്നെ നിങ്ങൾ കാണാൻ വഴിയില്ല. നോ വേ ടു സേ മീ. നോ വേ ടു സീ മീ. എന്നെ കാണാൻ വഴിയില്ല. ടു സീ എന്ന് പറയുമ്പോൾ കാണാൻ. ടു സീ മീ എന്നെ കാണാൻ. ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഐ കെയിം ഹിയർ വൺസ്. ഐ കെയിം ഹിയർ വൺസ്. വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു തവണ. ഹിയർ ഇവിടെ. ഐ കെയിം ഞാനിവിടെ വന്നിട്ടുണ്ട്.
എന്നാൽ ഇതിന് വേറെ രീതിയിലും പറയാം. എങ്ങനെയാണ്? വൺ ടൈം ഐ കെയിം ഹിയർ എന്നും പറയും. വൺ ടൈം, ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കടയിൽ വെച്ചാണ് കണ്ടത് എന്ന് പറയണം. ഞാൻ നിങ്ങളെ കടയിൽ വെച്ചാണ് കണ്ടത്. ഐ സോ യു ഇൻ എ ഷോപ്പ്. ഐ സോ യു ഇൻ എ ഷോപ്പ്. കടയിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ദ ഷോപ്പ് വാസ് ക്രൗഡഡ്. ദ ഷോപ്പ് വാസ് ക്രൗഡഡ്. വാസ് എന്ന് പറയുമ്പോൾ ഇവിടെ പാസ്റ്റാണ്, മുൻപ് കണ്ട കാര്യമാണ് പറയുന്നത് അല്ലേ. ഷോപ്പ് വാസ് ക്രൗഡഡ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം. ക്രൗഡഡ്, ഷോപ്പിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. രണ്ടും പാസ്റ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. ഷോപ്പ് വാസ് ക്രൗഡഡ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ ഐ ഡിഡിൻ നോട്ടീസ്. സോ ഐ ഡിഡിൻ നോട്ടീസ്. ഡിഡിൻ എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഐ ഡിഡിൻ നോട്ടീസ്. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സെൻറ്റൻസുകൾ നന്നായി പറഞ്ഞ് പരിശീലിക്കുക. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.